ആർസേ എൻ്റെ വാട്സപ്പിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടോക്കില്ല. നമ്മളെ എടക്കര ഇന്ദിരാഗാന്ധി ബസ് ടെർമിനലിൻ്റെ ബാക്ക് സൈഡാണ്. അവിടെ ആ സ്കൂളിൻ്റെ ഒക്കെ സൈഡ് ചെയ്യുക ബാക്ക് അടിയിൽ അവിടെ വേസ്റ്റ് ചെങ്ങ ഒന്ന് കൂട്ടിയമായിരുന്നു. അതിൽ ഈച്ചയും കൊതുകും ഒക്കെ ഇങ്ങോട്ട് ആർത്തിട്ട് വെള്ളമൊക്കെ കെട്ടിക്കിടക്കും. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ കുറേ വീഡിയോസ് ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ കെടുകാര്യസ്ഥതന്നേ ജനങ്ങൾക്ക് എത്തിച്ചു. എന്താണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ? പറ്റേജ് ഒന്ന് പോയി നോക്കി, അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടും. എടക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിനോടും അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതരോടും പറയാനുള്ളത്, ഇത് ദയവ് വിചാരിച്ച് ഈ ഒരു സംഭവം നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പരിഹരിക്കണം. കാരണം മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങൾ എടക്കര ഗ്രാമപഞ്ചായത്തിലേക്ക് മാത്രമല്ല, നിലമ്പൂർ മണ്ഡലത്തിലേക്ക് മൊത്തത്തില് ഹോൾസെയിലായിട്ട് നൽകുന്ന ഒരു സ്ഥലം, ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ് നമ്മുടെ എടക്കര ഗ്രാമപഞ്ചായത്തിലെ ഇന്ദിരാഗാന്ധി ബസ് ടെർമിനലിലെ കാർ പാർക്കിംഗ്. ആ പാർക്കിങ്ങിൽ വെള്ളം കെട്ടി നിന്നിട്ട് അതിലേക്കുള്ള വേസ്റ്റ് മുഴുവൻ കൊണ്ടുപോയിട്ട് ആകെ ദുർഗന്ധം വമിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. പല ആളുകളും നമുക്ക് വീഡിയോയിലൂടെ അയച്ചു തന്നു. ഇതിപ്പോ ഇന്നൊരാള് എനിക്ക് വീഡിയോയിൽ അയച്ചു തന്നു. കാരണം നമ്മള് എടക്കര ഗ്രാമപഞ്ചായത്തിന്റെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഇത്തരത്തിലുള്ള ജനദ്രോഹപരമായിട്ടുള്ള ഓരോ നടപടികളും, അതല്ലെങ്കിൽ പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥത ജനങ്ങളിലേക്കും പഞ്ചായത്തിലേക്കൊക്കെ എത്തിക്കണോണ്ട് അയാൾ എന്റെ വാട്സപ്പിലേക്ക് വിട്ടെന്നാണ്. ഏതായാലും ആ വീഡിയോ ഞാനിത് എടക്കര ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിക്കും അതുപോലെ തന്നെ എടക്കര ഗ്രാമപഞ്ചായത്ത് അധികൃതരിലേക്ക് എത്തിക്കുകയാണ്. നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ ഇത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ കാണുന്ന ആളുകൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം എന്നുള്ളൊരു അപേക്ഷയാണ് എനിക്കുള്ളത്. കാരണം അത്രത്തോളം ചീഞ്ഞ് നാറി കിടക്കുകയാണ്. ഈ ബസ് സ്റ്റാൻഡിന്റെ തൊട്ട് പുറകിലായിട്ട് സ്കൂൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ദിനം പ്രതി ഇവിടെ വന്ന് ബസ് കാത്തു നിന്ന് ബസ്സിൽ കയറി പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ആളുകൾക്ക് മഞ്ഞപ്പിത്തം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവർ പോകുന്ന പ്രദേശങ്ങളിലും മഞ്ഞപ്പിത്തവും അതുപോലെ തന്നെ എബോള വരെ ഉണ്ടാവും എന്നുള്ളതാണ് ആ വെള്ളം കണ്ടപ്പോൾ മനസ്സിലായത്. ഏതായാലും ഇതിന് പറ്റും എന്നുണ്ടെങ്കിൽ എടക്കര ഗ്രാമപഞ്ചായത്തിനും അതുപോലെ തന്നെ ഭരണസമിതിക്കൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ക്ലീൻ ചെയ്ത് ജനങ്ങളുടെ ഈ ഒരു പ്രയാസം അകറ്റി കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി.